So hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനെ പറ്റി പഠിച്ചു. അതിന്റെ ഇക്വേഷൻസിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ട ഒരു കുഞ്ഞു പ്രോബ്ലം നമുക്ക് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാം. See this. This is the first question related to velocity and acceleration of a fluid particle. നോക്കൂ, the velocity vector in a fluid flow is given by v is equal to 4x cube I minus 10x square yj plus 2tk. Find the velocity and acceleration of a fluid particle at location 213 where the time t is equal to 1. ഇതെന്താണ് ഈ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ദിസ് ലൊക്കേഷൻ റെപ്രസെൻറ്റ്സ് അതാണ് ഈ കാണുന്ന 2 റെപ്രസെൻറ്റ്സ് ആരാണ്, ദിസ് ഇസ് എക്സ് പൊസിഷൻ ആണ്, 1 റെപ്രസെൻറ്റ്സ് വൈ ആണ്, ഈ 3 റെപ്രസെൻറ്റ്സ് ഇസഡ് പൊസിഷൻ ആണ്. അതായത് ഒരു പാർട്ടിക്കിളിന്റെ എക്സാക്ട് ലൊക്കേഷൻ, അവന്റെ എക്സിന്റെ വാല്യൂ 2ലാണ്, വൈന്റെ വാല്യൂ 1 ആണ്, 3 ഒരു ഇസഡ് ആണ്. ആ എക്സാക്ട് ലൊക്കേഷനിൽ ടൈമിന്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടെത്തണം ഫോർ എ ഗിവൺ വെലോസിറ്റി ഫീൽഡ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഈ കാണുന്ന വെലോസിറ്റി വെക്ടറിൽ നിന്നുകൊണ്ട് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഇസഡ് കമ്പോണന്റും വെലോസിറ്റിയെ സെപ്പറേറ്റ് ചെയ്താൽ എക്സ് കമ്പോണന്റ് വെലോസിറ്റി ആരാണ്, ദാറ്റ് ഈസ് യു ആണ്. യു എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ ഐയുടെ കൂടെ കിടക്കുന്നവരാണ് ആര്, എക്സ് കമ്പോണന്റ് വെലോസിറ്റി. നമ്മൾ അവനെ യു എന്ന് റെപ്രസെന്റ് ചെയ്യും. ഐയുടെ കൂടെ കിടക്കുന്ന ആരാണ്, 4x ക്യൂബ്. സോ ദിസ് 4x ക്യൂബ് ആണ് ആര്, നമ്മുടെ എക്സ് കമ്പോണന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം. അതേപോലെ നോക്കൂ, വൈ കമ്പോണന്റ് വെലോസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, വി വെച്ചിട്ടാണ്. വൈ കമ്പോണന്റ് വെലോസിറ്റി ആരാണ്, ഈ ജെയുടെ കൂടെ കിടക്കുന്നവൻ ആരാണോ അവനാണ് നമ്മുടെ വൈ കമ്പോണന്റ് വെലോസിറ്റി. ഇൻക്ലൂഡിങ് സൈൻ എടുക്കാൻ മറന്നു പോകരുത്. മൈനസ് 10x സ്ക്വയർ വൈ ആണ് ആരെന്ന് പറയപ്പെടുന്നത്, നമ്മുടെ വൈ കമ്പോണന്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് വി. ഇനി നോക്കൂ, ഇസഡ് കമ്പോണന്റ് വെലോസിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്, സ്മോൾ ഡബ്ല്യു ആണ്. ഇസഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കെയുടെ കൂടെ കിടക്കുന്നവൻ ആരാണ്, 2t. ഈ 2t ആണ് നമ്മുടെ ഇസഡ് കമ്പോണന്റ് വെലോസിറ്റി. ഇനി എന്താ കണ്ടെത്താനുള്ളത്, ഫൈൻഡ് ദ വെലോസിറ്റി. ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം അറ്റ് ദ ലൊക്കേഷൻ 213. അപ്പൊ നമുക്ക് ആദ്യം എന്തെന്നറിയാമോ, ഈ കാണുന്ന എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ടിയുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ എക്സ് കമ്പോണന്റ് വെലോസിറ്റി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. സോ യു ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എത്രയാണ്, എക്സ് എത്രയാണ്, 2 ആണ്. സോ ദിസ് ഇസ് 2 ക്യൂബ്. 2 ക്യൂബ് 8 ആണ്. 8 ഇൻറ്റു 4 എത്രയാണ്, ദിസ് ഇസ് 32 യൂണിറ്റ്സ് ആയിട്ട് മാറി. 32 യൂണിറ്റ്സ് ആരാണ്, ദിസ് ഇസ് ദ എക്സ് കമ്പോണന്റ് വെലോസിറ്റി. ദിസ് ഇസ് ദ എക്സ് കമ്പോണന്റ് വെലോസിറ്റി. അതേപോലെ തന്നെ നോക്കൂ, വൈ കമ്പോണന്റ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മൈനസ് 10x സ്ക്വയർ. എക്സ് എത്രയാണ്, 2 സ്ക്വയർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ, വൈ 1 ആണ്. സോ 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു മൈനസ് 10 ആൻസർ വിൽ ബി മൈനസ് 40 യൂണിറ്റ്സ് ആണ് ആരെന്ന് പറയപ്പെടുന്നത് നമ്മുടെ വൈ കമ്പോണന്റ് വെലോസിറ്റി, ദാറ്റ് ഇസ് വി വെലോസിറ്റി. ഇതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഇസഡ് കമ്പോണന്റ് വെലോസിറ്റി 2t അല്ലെ, ടിയുടെ വാല്യൂ 1 ആണ്. സോ ആൻസർ വിൽ ബി 2 യൂണിറ്റ്സ് ആണ് ആരെന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇസഡ് കമ്പോണന്റ് വെലോസിറ്റി ഡബ്ല്യു. അപ്പോൾ നമുക്ക് 3 വെലോസിറ്റി കമ്പോണൻസും ഇൻഡിവിജ്വലി കിട്ടി. എക്സും വൈയും ഇസഡും നമ്മൾ ഇൻഡിവിജ്വലി കണ്ടെത്തി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇനി എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി വെക്ടർ, റിസൾട്ടന്റ് വെലോസിറ്റി അല്ലെങ്കിൽ സിംപ്ലി വെലോസിറ്റി വെക്ടർ. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മോളോട്ട് ആയിക്കോട്ടെ. നമുക്കിനി എന്താ കണ്ടെത്താനുള്ളത്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ വി, എവിടത്തെ വി ആണ്, അറ്റ് ലൊക്കേഷൻ x is equal to 213. ദിസ് ഇസ് ഈക്വൽ ടു, നോക്കൂ, അതായത് ഈ കാണുന്ന ഒരു വെക്ടർ ഫോർമാറ്റിലോട്ട് തന്നെ മാറ്റാൻ പോവുകയും ഇതൊരു ജനറൽ റെപ്രസെന്റേഷൻ ആണ്, ജനറൽ വെലോസിറ്റി ഫ്ലോ ഫീൽഡ് ആണ്. ഇതിൽ എക്സിന്റെയും വൈയിലെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ എക്സാക്ട് വെലോസിറ്റി വെക്ടർ അറ്റ് ദിസ് ലൊക്കേഷൻ 213. അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ എക്സ് കമ്പോണന്റ് വെലോസിറ്റി കിട്ടി, ദാറ്റ് ഈസ് വാട്ട് എത്രയാണ്, 32 യൂണിറ്റ്സ് ആണ്. സോ ദിസ് ഇസ് 32i പ്ലസ് വൈ കമ്പോണന്റ് വെലോസിറ്റി എത്രയാണ്, 40 അല്ലേ. സോ ദിസ് വിൽ ബി മൈനസ് 40. മൈനസ് 40j പ്ലസ് ഡബ്ല്യു എത്രയാണ്, 2k. കണ്ടോ, ഇതാണ് അവർ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റി വെക്ടർ അറ്റ് ദാറ്റ് ലൊക്കേഷൻ. ഇത് മാത്രം പോരാ, വെലോസിറ്റി കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്തും കണ്ടെത്തണം, മാഗ്നിറ്റ്യൂഡും കണ്ടെത്തണം. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് വെലോസിറ്റി. എന്താണ് കണ്ടെത്താനുള്ളത്, റിസൾട്ടന്റ് വെലോസിറ്റി. റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആണ്, റൂട്ട് ഓഫ് ഈ കാണുന്ന എക്സ് കമ്പോണന്റ് വെലോസിറ്റി ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റേയും സ്ക്വയർ എടുക്കുക. റൂട്ട് ഓഫ് 32 സ്ക്വയർ പ്ലസ് മൈനസ് 40 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വെലോസിറ്റി. നോക്കൂ നിങ്ങൾ, ഞാൻ ആ വാല്യൂസ് ഒന്ന് പറയാം. 32 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1024 ആണ്. 1024
plus this will be 1600 plus this will be 4. Even the root എടുക്കുമ്പോൾ you will get the answer. The final answer will be coming out to be 51.26 unit ആണ്. 51.26 units ആണ് നമ്മുടെ final velocity, resultant velocity. ഇവിടെ സാധാരണ വെലോസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഈ പറയുന്ന ഒരു സ്ഥലത്തും അവൻ്റെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സിംപ്ലി 32 യൂണിറ്റ്സ് -40 അല്ലെങ്കിൽ 2 യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിംപ്ലി നമ്മൾ അവനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വെലോസിറ്റി വെക്റ്റർ. ഇനി നമുക്ക് കണ്ടെത്താൻ പോകുന്ന എന്താണ്? സെക്കൻഡ് പാർട്ടായ ആക്സിലറേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിലേക്ക് പോവുകയാണ്. സോ അവിടെ നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന ജനറൽ കഥകൾ വേണം. ഓക്കെ, അപ്പോൾ ഞാനിവനെ മാത്രം ഒന്ന് ഇങ്ങോട്ടൊന്ന് അപ്പുറത്തോട്ടൊന്ന് എടുക്കാം, കാരണം നമുക്കത് ആവശ്യം വരും. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ അല്ലേ. ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ പിള്ളേരെ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് വെലോസിറ്റി വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, വെലോസിറ്റി കണ്ടെത്താൻ നമ്മൾ പഠിപ്പിച്ചേ പറഞ്ഞു, വെലോസിറ്റി വളരെ സിമ്പിളാണ്. ആക്സിലറേഷനാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ആക്സിലറേഷൻ്റെ കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. നോക്കൂ, എക്സ് കമ്പോണൻ്റ് ആക്സിലറേഷൻ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡ്. ഇതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ എക്സ് കമ്പോണൻറ്റ് വെലോസിറ്റി വെക്റ്റർ. ഇതേപോലെ നമുക്ക് ആരും വേണം? വൈ കമ്പോണൻറ്റ് എന്താണ്? സിംപ്ലി യു ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ്. ഇതാണ് നമ്മുടെ വൈ കമ്പോണൻറ്റ് വെലോസിറ്റി. ഇതിപ്പോൾ ഞാൻ ആര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഒരെണ്ണം എഴുതാൻ വിട്ടുപോയി. ഏതാ വിട്ടുപോയത്? റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഈസ് സിംപ്ലി ഡോ യു ബൈ ഡോ ടി. അപ്പോൾ ഇവിടെ ആര് വരും? ഡോ വി ബൈ ഡോ ടി. ശരിയല്ലേ? ഇനി നമുക്ക് ഇതേപോലെ ആര് വേണം? ഇസഡ് കമ്പോണൻറ്റ് വെലോസിറ്റി വേണം. സിംപ്ലി യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ലൊക്കേഷനിലുള്ള എന്ത് കണ്ടെത്താം? നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലൊക്കേഷനിലുള്ള നമുക്ക് എന്ത് കണ്ടെത്താം? ആക്സിലറേഷൻ കണ്ടെത്താം. എന്നിട്ട് അവനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ എക്സും എ വൈയും എ ജെയും കിട്ടും. എക്സിൻ്റെ വൈയുടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് അവനൊരു വെക്റ്റർ ഫോർമാറ്റിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ടൻറ്റ് ആക്സിലറേഷൻ കണ്ടെത്താം. നേരത്തെ പോലെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം. ആരെ കണ്ടുപിടിച്ച പോലെ? വെലോസിറ്റിയിൽ കണ്ടെത്തിയ പോലെ. അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഈ ഓരോ ഫസ്റ്റ് നമുക്ക് എക്സ് കമ്പൗണ്ട് വേണം. അതിൽ എന്തൊക്കെ വേണം നമുക്ക്? നമ്മളിൽ യുവും വിയും ഡബ്ല്യൂയും ഞാനുണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. യു വി ഡബ്ല്യു വി ആർ ഹാവിങ്. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിലോട്ട് മാറ്റി ഞാൻ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഥയിലേക്ക് പോകാം. നോക്കൂ നിങ്ങൾ, ഡോ യു ബൈ ഡോ എക്സ്. എന്താ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ്? ഈ യു എന്ന് പറയുന്ന വെലോസിറ്റി കമ്പൗണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചുകൊണ്ട്. ഇതിൽ 4 എന്ന് പറഞ്ഞ സാധനം ആരാണ്? കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ അതേപോലെ എഴുതി. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2x² കിട്ടും. ശരിയല്ലേ? സോ ഫൈനലി നമുക്ക് എത്ര കിട്ടും? 4 × 2 എത്ര കിട്ടും? അല്ല സോറി, 2x³ അല്ല, വി വിൽ ഗെറ്റ് 3x³ x³ ആണ് അല്ലേ? x³ എന്ന് പറഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ് 3x² കിട്ടും. ശരിയല്ലേ? അപ്പോൾ 4 × 3 12x² ആണ്. ആരെന്ന് പറയുന്നത്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ സാധനം. ഇതേ യൂനെ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് ചെയ്യണം. സെക്കൻഡ് ടേം എന്താണ്? ഡോ യു ബൈ ഡോ വൈ ആണ്. നോക്കൂ, ഇതേ സെയിം ഡോ യു ബൈ ഡോ വൈ, അതായത് 4x³ എന്ന് പറയുന്ന ആ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. അത് വൈ മാത്രമാണ് വേരിയബിൾ. വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? വൈ മാത്രമാണ് വേരിയബിൾ, ബാക്കി എല്ലാം എന്തായി മാറും? കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ നോക്കൂ, വൈ എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പോൾ 4ഉം x³ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4ഉം x³ കോൺസ്റ്റന്റ് ആയി പോകുന്നു. സോ ഡോ യു ബൈ ഡോയുടെ വാല്യൂ എന്തായി പോകുന്നു? 0. അടുത്തത് ആരാണ്? ഡോ യു ബൈ ഡോ ഇസഡ് ആണ്. ഇതേ സെയിം യൂനെ നിങ്ങൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വേരിയബിൾ ആക്കി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഇക്വേഷനിൽ ഇസഡ് ആരുമില്ല, അപ്പോൾ ഇവൻ കോൺസ്റ്റന്റ് ആയി പോകുന്നു. അപ്പോൾ ഇവൻ ഡോ യു ബൈ ഡോ ഇസഡിന്റെ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്പോണന്റിന്റെ കഥ തീർന്നിട്ടില്ല. ഇനി ഒരാളുടെ ഉണ്ട്. ആരാണുള്ളത്? ഡോ യു ബൈ ഡോ ടി.
നോക്കൂ നിങ്ങൾ, ഇതേ സെയിം യുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടൈം വേരിയബിൾ ആക്കി വെച്ചു ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻസിൽ ടൈം ഇല്ല അല്ലേ? വിത്ത് റെസ്പെക്ട് ടൈം വിത്ത് റെസ്പെക്ട് ടൈം വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടൈം ഉള്ള ടേം മാത്രമാണ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഈ ഇക്വേഷൻസ് ഒരിടത്തും ടൈം ഇല്ല. അപ്പോൾ 4x³ പിന്നെയും കോൺസ്റ്റന്റ് ആയി പോകുന്നു. ദ ഫൈനൽ ആൻസർ വിൽ ബി 0. അപ്പം നമ്മൾ ആര് കണ്ടെത്തി? എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ആക്സിലറേഷൻ കമ്പൗണ്ടും കണ്ടെത്തി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏറ്റവും അവസാനം നമുക്ക് ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഡോ വി ബൈ ഡോ എക്സ്. സിമ്പിൾ ആണ്. ഡോ വി ബൈ ഡോ എക്സ്. വാട്ട് ഈസ് ഡോ വി ബൈ ഡോ എക്സ്? നോക്കൂ, ദിസ് ഈസ് വി. ഈ വി കമ്പൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നോക്കൂ, എക്സ് ഉണ്ട്. അപ്പോൾ -10y ആരായി മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. പിന്നെ ഉള്ളത് ആരാണ്? x² അല്ലേ? x² ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 2x. അപ്പോൾ നോക്കൂ, -2 -2 എത്രയാണ്? -20xy. -20xy ആണ് ആരെന്ന് പറയുന്നത്? ഡോ വി ബൈ ഡോ എക്സ്. തീർന്നില്ല. ഇതേ വീനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന വി കമ്പോണന്റ് വെലോസിറ്റിയിൽ വൈ ഉണ്ടോ? വൈ ഉണ്ട്. ബാക്കി രണ്ടും എന്തായി മാറുന്നു? കോൺസ്റ്റന്റ്. 10y² കോൺസ്റ്റന്റ് ആയി പോകുന്നു. എക്സിന് ഡിഫറൻറ്റ് വൈന് ഡോ വൈ ബൈ ഡോ വൈ എന്തായി പോകുന്നു? ആൻസർ വിൽ ബി 1. ശരിയല്ലേ? സോ ഡോ വി ബൈ ഡോ വൈ കിട്ടി. ഇനി നമുക്ക് ആവശ്യം എന്താണ്? ഡോ വി ബൈ ഡോ ഇസഡ് ആണ്. നോക്കൂ, ഈ കാണുന്ന വി എന്ന് പറയുന്ന കമ്പോണന്റ് വെലോസിറ്റി, വൈ കമ്പോണന്റ് വെലോസിറ്റിയിൽ ഇസഡ് ടേം ഇല്ല. വിച്ച് മീൻസ് ഇവനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ഇസഡ് വെച്ച് ഡിഫറൻഷ്യൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 0. ഇനി ആരാണ്? സിംപ്ലി ഡോ വി ബൈ ഡോ ടി. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഈ കാണുന്ന വൈ കമ്പോണന്റ് വെലോസിറ്റിയിൽ ആരില്ല? ടൈമിൻ്റെ ടേംസുകളില്ല. സോ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ് ഡിഫറൻഷിയേറ്റ് വി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോഴും ഡോ വി ബൈ ഡോ ടി എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഇപ്പം നമ്മൾ ആര് എഴുതിയിട്ടുണ്ട്? ഇപ്പം നമ്മൾ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും. ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് ഇസഡ് കമ്പോണൻ്റ് അല്ലേ? ഇസഡ് കമ്പോണൻറ്റിൽ എന്തൊക്കെയുണ്ട്? ഇനിഷ്യലി നമുക്ക് ആവശ്യം ആരാണ്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്? ഈ കാണുന്ന ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൽ എക്സ് കമ്പോണൻറ്റ് എക്സിൻ്റെ ടേം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഇനി നമുക്ക് ആവശ്യം ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ്. ഈ കാണുന്ന ഡബ്ല്യുയിൽ ആരില്ല? വൈ ഇല്ല. അപ്പോഴും അവൻ 0 ആയി പോകുന്നു. ഇനി നമുക്ക് ആവശ്യം ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആണ്. അതായത് ടി ആണ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 ആണ് കോൺസ്റ്റന്റ്. ഡോ ടി ബൈ ഡോ ടി എന്തായി പോകുന്നു? 1 ആയി പോകുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കമ്പോണൻസിനും ഈസി ആയിട്ട് വളരെ സ്കൂൾ ലെവൽ ഡിഫറൻസിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വാല്യൂസും കിട്ടാം. ഒരല്പം ശ്രദ്ധ വേണം. അശ്രദ്ധ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഡിഫറൻസിയേഷൻ്റെ വാല്യൂസ് മാറിപ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡിവിജ്വലി എ എക്സിൻ്റെ വാല്യൂ ഇത്രയാണ്. നോക്കൂ, വാട്ട് ഈസ് എ എക്സ്? ഞാൻ ഒന്നുകൂടെ അല്ലെങ്കിൽ അതിനെ ഇങ്ങോട്ടും മാറ്റാം അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമല്ലോ നമുക്ക്. വെറുതെ എഴുതി സമയം കളയണ്ട. സോ ഞാൻ ഇവിടെ നിന്ന് എ എക്സിനെ മാത്രം എന്ത് ചെയ്യുകയാണ്? ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ എക്സ്. നോക്കൂ, ഈ എ എക്സിനകത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു? വി ഗോട്ട് യു എസ് 4x³ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ്? 12x². എത്രയാണ്? 12x² പ്ലസ് വി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി? -10x² ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എത്രയാണ്? ദിസ് ഇസ് 0 ആണ്. പ്ലസ് ഡബ്ല്യു. വാട്ട് ഈസ് ഡബ്ല്യു? 2t ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസഡ്. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ ഇസഡ്? അതും എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. പ്ലസ് ഡോ യു ബൈ ഡോ ടി. വാട്ട് ഈസ് ഡോ യു ബൈ ഡോ ടി? അവനും എന്തായി പോകുന്നു? 0. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന ടേമുകളെല്ലാം കട്ടായി പോകുന്നു. കാരണം ഇവനിൽ 0 ഉണ്ട്. 0 0 0. ഫസ്റ്റ് ടേം മാത്രമേ ഇവിടെ ഉള്ളൂ, നമ്മുടെ ആക്സിലറേഷൻ കമ്പൗണ്ടിലുള്ളൂ. സോ ഫസ്റ്റ് ടേം നമുക്ക് കമ്പൗണ്ട് ചെയ്ത് പോകാൻ നമുക്ക് AX ഇസ് ഈക്വൽ ടു 4 × 12. ശരിയല്ലേ? എത്ര കിട്ടും? ദിസ് വിൽ ബി 48 കിട്ടും. 48 x⁻⁴ x⁻3 x⁻5. സോ 48 x⁻5. ദിസ് ഇസ് ദ ഫൈനൽ ആക്സിലറേഷൻ ഇൻ എക്സ് കമ്പൗണ്ട്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോകാം. വാട്ട് വിൽ ബി ദ വാല്യൂ? ദിസ് ഇസ് 48 x⁻5. കറക്റ്റ് ആണ്. 48 x⁻5. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഈ കാണുന്ന എക്സ് കമ്പൗണ്ടിന്റെ വാല്യൂ കൊടുക്കാം. 48 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ 2⁻5. സോ 48 ഇൻറ്റു 2⁻5 കൊടുത്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ എക്സ് കമ്പൗണ്ട് ഇസ് ഇക്വൽ ടു 1536. 1536 യൂണിറ്റ്സ് ആണ് ആരെന്ന് പറയപ്പെടുന്നത് നമ്മുടെ എക്സ് കമ്പൗണ്ട് വെലോസിറ്റി. സിമ്പിൾ അല്ലേ?
നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ എക്സ് കമ്പോണൻ്റ് ആക്സലറേഷൻ, ഇൻഡിവിജ്വൽ ആക്സലറേഷൻ ഇക്വേഷൻ എഴുതി അതിനകത്തുള്ള ഓരോ ടേമിനും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് യുവിനെയും വിനെയും ഡബ്ല്യൂനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കണ്ടെത്തി. പിന്നെ ഡോട്ടിയും കണ്ടെത്തി. നേരെ ആ വാല്യൂസ് എന്ത് ചെയ്തു? ഈ കാണുന്ന ഇൻഡിവിജ്വൽ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവൻ എക്സിൻ്റെയും വൈയുടെയും ടേമിൽ കിട്ടി. ഇനി നമുക്കറിയാം, നമുക്ക് കണ്ടെത്തേണ്ട ആക്സലറേഷൻ അറ്റ് ലൊക്കേഷൻ എത്രയാണ്? 2, 1, 3 അല്ലേ? 2, 1, 3 അല്ലേ? 2, 1, 3 2, 1, 3. ദാറ്റ് ഈസ് ഈ കാണുന്നവൻ്റെ വാല്യൂ എക്സ് ആണ്, ഇവൻ്റെ വാല്യൂ വൈ ആണ്, ഇവൻ്റെ വാല്യൂ ഇസഡ് ആണ്. ഈ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ആ ഫൈനൽ ഇക്വേഷൻസിൽ കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് ദ ഇൻഡിവിജ്വൽ ആക്സലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ. അതിനുശേഷം നമുക്കിനി അങ്ങോട്ട് പോകാം. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ടെ, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടത്തില്ല. ഓക്കെ, ഇനി ഞാനിവിടെ എക്സ് കമ്പോണൻ്റ് വെലോസിറ്റി ഞാൻ അങ്ങോട്ട് എഴുതി മാറ്റി വെച്ചു. ഇനി നമ്മൾ അടുത്ത് കണ്ടെത്താൻ പോകുന്നവരാണ് ഈ കാണുന്ന വൈ കമ്പോണൻ്റ് അല്ലേ? ഇവൻ ആവശ്യമുള്ള എല്ലാ കഥകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? വി ആർ ഹാവിങ് ഓൾ ദ വാല്യൂസ്. ആ വാല്യൂസ് നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. വാട്ട് ഈസ് യു? 4x³ അല്ലേ? 4x³ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. നോക്കൂ, വാട്ട് ഈസ് ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു -20xy -20xy plus v. What is the value of v? It is again -10x² into dou v by dou y. What is dou v by dou y? Where is dou v by dou y? This is dou v by dou y. ഇത് എന്തായി മാറുന്നു? അത് -10y² ആയി മാറുന്നു. ശരിയല്ലേ? പ്ലസ് w. What is w? It is 2t. It is 2t into dou v by dou z. What is dou v by dou z? Dou v by dou z എത്രയാണ്? 0 ആണ്. പ്ലസ് ഡോ വി ബൈ ഡോ ടി. ഡോ വി ബൈ ഡോ ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഏതൊക്കെ ടേമുകൾ 0 ആയി പോകുന്നു നോക്കൂ. ഈ കാണുന്ന ഫൈനൽ 2 ടേംസുകളും കട്ടായി പോകുന്നു. പിന്നെ നമ്മളിൽ വരുന്ന ആര് മാത്രമേ ഉള്ളൂ? 4x³. ശരിയല്ലേ? സോ ദിസ് വിൽ ബി -20. -20 into 4 എത്ര ആകുന്നു? ഇറ്റ് വിൽ ബി -80 ആകുന്നു. ശരിയല്ലേ? -x³ പിന്നെ ഒരു എക്സും കൂടെ ആകുമ്പോൾ -80x⁴ ഇൻറ്റു y. എഗെയിൻ ഈ മൈനസ് ഇവിടെ മാറുന്നതാകുമ്പോൾ അത് പ്ലസ് ആയി മാറുന്നു. സോ 10 × 10 എത്രയാണ്? ദിസ് വിൽ ബിക്കം 100. 10 × 10 എത്രയാണ്? 100 ആണ്. പിന്നെ ഒരു x അല്ലേ ഉള്ളൂ? ഒരു x² ഉണ്ട്, പിന്നെ ഒരു y² ഉണ്ട്. സോറി, ഒരു x² y² വൈഡ് ചേർന്ന് എന്തായി മാറി? ഇറ്റ് വിൽ ബി y³ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് വിൽ ബി ദ ഫൈനൽ എക്സ്പ്രഷൻ? 80x⁴y പ്ലസ് 100x⁴y. 100x⁴ ഉണ്ട് അല്ലേ? നോക്കിവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡോ വി ബൈ വിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -10x²y ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഡോ വി ബൈ ഡോ വൈ. ഡോ വി ബൈ ഡോ വൈ -10y² ആണ്. ഡോ വി ബൈ ഡോ വൈ -10y². ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോ വി ബൈ ഡോ വൈ വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിൽ ബി y -10x² ആണ് കോൺസ്റ്റന്റ് അല്ലേ? നോക്കൂ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നോക്കണേ. ഞാൻ അതൊന്നുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. നോക്കൂ, വിനെ വിത്ത് റെസ്പെക്ട് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ -10x² എന്തായി മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. പിന്നെ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ വൈ ബൈ ഡോ വൈ എന്തായി മാറുന്നു? 1 ആയി മാറുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം വന്നിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് -10, ഇത് -10y² അല്ല, ദിസ് വിൽ ബി -10x² ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, -10 × 10 പ്ലസ് 100, പിന്നെ x² ചേർന്ന് x⁴, പിന്നെ ഒരു y. ശരിയല്ലേ? സോ പ്ലസ് 100x⁴y കറക്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -80 × x എത്രയാണ്? 2⁴ ആണ്. വൈയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. പ്ലസ് 100 × x⁴. x എത്രയാണ്? 2⁴ × 1. സോ ഫൈനലി വാട്ട് വി വിൽ ഗെറ്റ്? ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കൂ. ദ ആൻസർ വിൽ ബി, ഫൈനൽ ആൻസർ വിൽ ബി 320 യൂണിറ്റ്സ് കിട്ടും. ദിസ് ഈസ് വാട്ട്? 320 യൂണിറ്റ്സ് ആണ് നമ്മുടെ ആരെന്ന് പറയപ്പെടുന്നത് വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ വി ഗോട്ട് ദ ആൻസർ ആസ് 320 യൂണിറ്റ്സ്. ഓക്കെ, ഒരല്പം കെയർഫുള്ളായിട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നോക്കും, അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഞാൻ എന്ത് ചെയ്യുന്ന ആ ഇസഡ് ഡയറക്ഷനിലുള്ള അവനെ നേരെ ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ദിസ് ഇസ് അവർ ഇസഡ് ഡയറക്ഷൻ.
ദിസ് ഇസ് അവർ ഇസഡ് ഡയറക്ഷൻ. നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് യു. യുവിൻ്റെ വാല്യൂ 4x³ ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ദ വാല്യൂ ഓഫ് യു ഇസ് എത്രയാണ്? 4x³. ഓക്കെ, 4x³. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. വെർ ഇസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്? അവൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. പ്ലസ് വി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വി? മൈനസ് 10x² y. മൈനസ് 10x² y ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ. ഡോ ഡബ്ല്യു ബൈ ഡോ എത്രയാണ്? അവൻ്റെ വാല്യൂം 0 ആണ്. വാട്ട് ഈസ് ഡബ്ല്യു? ഇറ്റ് വിൽ ബി 2t. 2t ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എത്രയാണ്? ഫൈനലി ഇറ്റ് വിൽ ബി 2. വാട്ട് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എത്രയാണ്? വാട്ട് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, വിട്ടുപോയി അല്ലേ? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇവിടെയും എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡും എന്താണ്? ഈ കാണുന്ന ഡബ്ല്യൂയിൽ ആരില്ല, ഇസഡ് ഉള്ള ടേമുകളൊന്നുമില്ല. സോ ദിസ് ഇസ് ഓൾസോ 0 ആണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡിൻ്റെ വാല്യൂ എന്തായി പോകുന്നു? 0. ശരിയല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് വിൽ ബി 0. ദിസ് വിൽ ബി 0. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി എത്രയാണ്? ഇറ്റ് വിൽ ബി 2. അപ്പോൾ നോക്കൂ ഏതൊക്കെ ടേംസുകളിലൂടെ കട്ടായി പോകുന്നുണ്ട്. ഫസ്റ്റ് ടേമിൽ 4x³ 0 കട്ടായിപ്പോയി. മൈനസ് 10x² 0 കട്ടായിപ്പോയി. സെക്കൻഡ് ടേം 2t × 0 അതും കട്ടായിപ്പോയി. സോ ഫൈനലി നമ്മുടെ ആക്സിലറേഷൻ ഇസഡ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 യൂണിറ്റ്സ് എന്ത് കിട്ടും? 2 യൂണിറ്റ്സ്. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇസഡ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി 2 യൂണിറ്റ്സ്. ഇനി നമുക്കിവൻ എന്ത് ചെയ്യാം? ഈ കാണുന്ന എല്ലാ ഡയറക്ഷനിലുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് നമുക്ക് അവൻ എന്ത് ചെയ്യാം? ഒരു ഫൈനൽ ആക്സിലറേഷൻ വെക്ടറിലോട്ട് പോകാം. വാട്ട് ഈസ് ആക്സിലറേഷൻ വെക്ടർ? ലെറ്റ്സ് സേ എ ഈസ് ദ ആക്സിലറേഷൻ വെക്ടർ ആണെങ്കിൽ സിംപ്ലി AXI പ്ലസ് AYJ പ്ലസ് AZK റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു വെലോസിറ്റി വെക്ടർ കണ്ടെത്താൻ പറ്റും. വെലോസിറ്റി വെക്ടർ അല്ല, ആക്സിലറേഷൻ വെക്ടർ ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ വെക്ടർ അറ്റ് x is equal to 2, 1, 3. ഓക്കെ, സോ AXന്റെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് AX? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് AX? ദാറ്റ് ഈസ് 1536I പ്ലസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് AY? ഇറ്റ് ഈസ് 320J പ്ലസ് 2K. ഈ കാണുന്നവനാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആക്സിലറേഷൻ വെക്ടർ. ദിസ് ഇസ് അവർ ഫൈനൽ ആക്സിലറേഷൻ വെക്ടർ. ഇത് മാത്രമല്ല, നമുക്ക് എന്ത് കണ്ടെത്തണം? റിസൾട്ടൻ്റ് ആക്സിലറേഷൻ നോക്കൂ, ചെക്ക് ചെയ്തോട്ടെ. 1536I 320J പ്ലസ് 2K. ഇനി നമുക്ക് എന്താ വേണ്ടത്? റിസൾട്ടൻ്റ് ആക്സിലറേഷൻ വെക്ടർ വേണം. വി നീഡ് റിസൾട്ടൻ്റ് ആക്സിലറേഷൻ. റിസൾട്ടൻ്റ് ആക്സിലറേഷൻ A കണ്ടെത്തണം. ദാറ്റ് ഈസ് √of AX² പ്ലസ് AY² പ്ലസ് AZ². AX² എത്രയാണ്? 1536² പ്ലസ് 320² പ്ലസ് 2². The final answer will be 1568.9 യൂണിറ്റ്സ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒരല്പം ലെങ്തിയാണ് സംഭവം, പക്ഷെ ഒരല്പം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ചെയ്താൽ നമുക്ക് മിസ്റ്റേക്കുകളെല്ലാം ഒഴിവാക്കാം. ഞാനിവിടെ ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോലും ഒരു സ്ഥലത്ത് എന്ത് പറ്റി? ഈ ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ ശ്രദ്ധിച്ചില്ല. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കെയർഫുള്ളായിട്ട്, ഒരു അല്പം ലെങ്തിയാണ് പക്ഷേ സ്റ്റെപ്പുകളെല്ലാം വളരെ സിമ്പിളാണ്. സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ്. കെയർഫുള്ളായിട്ട് ചെയ്താൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ക്ലിയർ ആയില്ലേ? സോ നമുക്ക് നേരെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം.